ഹായ്. അപ്പോൾ പറഞ്ഞ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എന്തായാലും നമ്മുടെ ആഘോഷങ്ങളും പിറന്നാളും അടുത്ത് തന്നെയാണ്. അത് ആഘോഷിക്കുക. പക്ഷേ എൻ്റെ ഈ ക്ലാസ് പ്രത്യേകിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇത് എല്ലാ കമ്പനിക്കാർക്കും യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ്, മറ്റേ ഒരു കോഴ്സാണ്. കാരണം ഇത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോണ ടോപ്പിക്ക് എന്താണ്, നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്, ന്യൂ ജോയിനിങ് അല്ലേ. അപ്പം ന്യൂ ജോയിനിങ്ങിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, നമുക്കൊന്ന് ഇതിവിടെ ഇന്ന് പഠിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ കാര്യം വെച്ചാൽ അങ്ങനെ ചെയ്താലാണ് എനിക്ക് കൂടുതൽ ഒരു എന്താ പറയുക, ഇൻട്രസ്റ്റ് വരുള്ളൂ. കാരണം നിങ്ങൾ അത് കേൾക്കുന്നുണ്ട്, നിങ്ങളത് കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ ആണ് പഠിപ്പിക്കുക. ഉറപ്പായിട്ടും ഒന്ന് മാത്രമേ ചിന്തിക്കുക, വ്യക്തികൾ ധ്യാനത്തിന് പോകുന്നത് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ കാരണം കൊണ്ട് മാത്രമല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുക. അപ്പം ഇതൊരു കഥ വെച്ചിട്ടാണ്. എക്സാമ്പിൾ, ഒരു കള്ളൻ ഒരു പ്രാവശ്യം അവൻ കക്കന് അവൻ്റെ ജോലിയാണ്. പക്ഷെ ആ കക്കാൻ വേണ്ടിയിട്ട് അവൻ എന്താ ചെയ്തത്, അവൻ അത് ആ സ്ഥലത്ത് നടക്കുന്ന ഒരു ക്ലാസ്, ഏതോ ഒരു സന്യാസീൻ്റെ ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവൻ പോയത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ല. അവിടെ ആരൊക്കെ ഏതൊക്കെ വീട്ടുകാർ വന്നിട്ടുണ്ട്, എവിടെ പോയി കക്കാം എന്നുള്ള ഒരു ഐഡിയ, ഒരു എസ്റ്റിമേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം ആള് കളവ് നടത്തി വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ജനലിൻ്റെ പുറത്തുനിന്ന്, ആ നീ കക്കുന്ന് ഞാൻ കണ്ടറാ എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം വന്നു. അപ്പം പെട്ടെന്ന് ഈ ശബ്ദം കേട്ടപ്പോൾ, ദൈവം ഇത് ആരാ എന്നെ കണ്ട, കാരണം കള്ളന്മാർക്ക് വലിയ പേടിയാണല്ലോ. ജനല് തുറന്ന് നോക്കിയപ്പോൾ വലിയൊരു എന്തോ ഒരു വ്യക്തി നിൽക്കുന്ന പോലെ. നീ കട്ടിരിക്കുന്ന ആ സ്വർണവും കാര്യങ്ങളൊക്കെ എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ പേടിച്ചു. അയ്യോ ദൈവമേ, പുലിവാലായല്ലോ. അപ്പൊ ഇവൻ എന്താ ചെയ്ത, ഇവൻ ടോർച്ചോ വിളക്കോ എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഇത് എന്താണ് കറക്റ്റ് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വെളിച്ചടിച്ച് നോക്കിയപ്പോൾ അവന് താനെ ധൈര്യം വരാണ് ചെയ്തത്. ധൈര്യം വന്നപ്പോൾ അവൻ ആ പുറത്ത് നിൽക്കുന്ന ആ വ്യക്തിനെ അടിച്ച് ഓടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ധൈര്യം വന്നത്, യഥാർത്ഥത്തിൽ പേടിച്ചിരിക്കുന്ന വ്യക്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ആ പ്രവചനം ഉള്ള സമയത്ത് ഞാൻ ഒരു കാര്യം കേട്ടിരുന്നു. കാരണം പ്രേതങ്ങളോ അല്ലെങ്കിൽ മാലാഖമാരോ അങ്ങനെ ഭൂതങ്ങളോ എന്തെങ്കിലും പറഞ്ഞിട്ട് വരാണെങ്കിൽ അവർക്ക് നിഴലുണ്ടാവില്ല. പക്ഷെ ഞാൻ വെളിച്ചടിച്ചപ്പോൾ ഇദ്ദേഹത്തിന് നിഴലുണ്ടായിരുന്നു. അപ്പൊ ഭാര്യ പറയണ, ദൈവമേ, ഇദ്ദേഹം സമ്പൂർണ്ണ ക്ലാസ് കേട്ടിരുന്നെങ്കിൽ ഇന്ന് വേറൊരു വ്യക്തിയായി മാറിയില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേറൊരു വ്യക്തിയായി മാറണ്ടേ. അപ്പൊ നോക്കാം, നമുക്ക് സീക്രട്സ് ടു ഡയറക്റ്റ് മീനിങ്. ഒരു പുതിയ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത്, ന്യൂ കമറിൻ്റെ അടുത്ത് നമ്മൾ പോണ സമയത്ത് എന്താ കാര്യം വെച്ചാൽ അവരെ ഫാമിലി ചിലപ്പോൾ നെഗറ്റീവ് ആവാം. കാരണം അവർ അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം, അത് ഒരു റിയാലിറ്റി തന്നെയാണ്. അല്ലെങ്കിൽ അവർക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പല ആൾക്കാർ പറഞ്ഞു, ഇന്ന പ്രൊഡക്റ്റ് ആയിട്ട് പോയപ്പോൾ അവർ തല്ലാൻ വന്നു സാറേ, അവർ വിളിക്കാത്ത ചീത്തയില്ല, അവർ ഞങ്ങൾ അവിടെ നിന്ന് ഓടിയത് മാത്രം ഓർമ്മയുള്ളൂ. 100% അവരെ നമ്മൾ വെറുക്കണ്ട, കാരണം അവർക്ക് അത്രയും സിവിയർ ആയിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറേ മണി ചെയിൻ അങ്ങനെയുള്ള കുറേ കമ്പനികളൊക്കെ വന്നിട്ട് കുറേ പറ്റിക്കൽസ് ഒക്കെ നടത്തിയ കാരണം കൊണ്ട് ഒരുപാട് അവർക്ക് തന്നെ അറിയില്ല നല്ലത് ആരാണ് ചീത്ത ആരാണെന്ന് അവർക്ക് അറിവില്ലാത്തൊരവസ്ഥ. കുറേ കമ്പനികൾ വന്ന വഴിക്ക് പോയി, കുറേ പ്രൊഡക്റ്റിൻ്റെ പേരും പറഞ്ഞിട്ട് കുറേ പ്രൊഡക്റ്റുകൾ മേടിപ്പിച്ചിട്ട് ലാസ്റ്റ് അത് അവരെ കയ്യിലേക്ക് പെട്ടു, അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് പെട്ടു. അങ്ങനെ അനേക നെഗറ്റീവ് ഇംപ്രഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇന്ന് ഇന്ത്യയിൽ അനുഭവിക്കുന്നത്, ഒരു പക്ഷെ പലരും നമ്മുടെ കൂടെ ഇന്ന് വരാത്തതിൻ്റെ മെയിൻ കാരണം ആ നെഗറ്റീവ് എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസ്. കാരണം നമുക്കറിയാം പത്രങ്ങളിൽ കോമൺ ആയിട്ട് എന്താണ് ചെയ്യുക, പത്രങ്ങളിൽ കോമൺ ആയിട്ട് ചെയ്യുന്നത് അവരൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ അവർ കൊടുത്തു പോകും. അപ്പം അത് മാത്രമാണ് കേട്ടിരിക്കുന്നുള്ളൂ, ഒരു വിഷയമില്ല. അത് നമ്മൾ മനസ്സിലാക്കാം, പറ്റിയെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഇനി ഒന്നും പറ്റില്ല, അവർ വളരെ ഹോട്ട് ടെമ്പേർഡ് ആണെങ്കിൽ അവരോട് പറയാം, സാറേ ക്ഷമിക്കണം, നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കുക. ഞങ്ങൾ അങ്ങനത്തെ വ്യക്തികളല്ലെങ്കിൽ പോലും ഞങ്ങൾ ഇനി ഇങ്ങോട്ട് ആവണമെന്നും വരില്ല സാർ, കുഴപ്പമില്ല. പക്ഷേ സാറിൻ്റെ അനുഭവം അങ്ങനെ സംഭവിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കണം. നിങ്ങൾ ഈ വാക്ക് ഉപയോഗിക്കുക, ഞാൻ അവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കണം. കാരണം ഞങ്ങൾ ആ ടൈപ്പ് ടീമല്ല, ഞങ്ങൾ യഥാർത്ഥത്തിൽ നല്ല പ്രൊഡക്ട്സാണ്, ഞങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ഷമ ചോദിച്ചു നോക്കുക. 100% ആ വ്യക്തി കുറച്ച് സോഫ്റ്റ് ആവും, എന്നിട്ട് അവിടുന്ന് പോന്നോളൂ. അവിടെ പിന്നെ വീണ്ടും അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, തർക്കിക്കേണ്ട ആവശ്യമില്ല. പല ആൾക്കാർ കാര്യങ്ങൾ കൊളാക്കുന്നത് തർക്കിക്കുമ്പോഴാണ്.
ഇപ്പൊ എക്സാമ്പിൾ, ഞാൻ ഒരു പ്രാവശ്യം ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ പഴയ ഒരു അമേരിക്കൻ കമ്പനി, ആ അമേരിക്കൻ കമ്പനി അതോ അവൻ എന്ത് ചെയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിപ്പോ കേരളത്തിലല്ലോ. ഞാൻ പറഞ്ഞു, സാറേ അത് ഇന്ന് വേൾഡ് നമ്പർ 1 കമ്പനിയാണ്. ഇന്ന് അതിൽ ആയിരക്കണക്കിന് ഡയമണ്ട്സ് ഉണ്ട്. ഇവിടുന്ന് പോയിന്ന് മാത്രം അന്ന് നമുക്ക് നിയമങ്ങൾ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ നമ്മുടെ അടുത്ത് ഫോക്കസ് ചെയ്തില്ല എന്ന് മാത്രമേ. പക്ഷേ ഇന്നും ദാറ്റ് കമ്പനി ഈസ് പെർഫോമിങ് ഇൻ എ വെരി ഗുഡ് വേ. സാറിൻ്റെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് അല്ല എന്ന് മാത്രമേ. പക്ഷേ സാറ് വരണോ വേണ്ടെന്നത് സാറിൻ്റെ തീരുമാനമാണ്. ഞാൻ പ്രഷറൈസ് ചെയ്യില്ല. പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഞാൻ എന്നെ കൂട്ടായ്മേൻ്റെ സ്റ്റേറ്റ് ഹെഡാണ്. അപ്പം നമുക്ക് പതുക്കെ അതിൻ്റെ പ്ലാനും കാര്യങ്ങളും പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. വിഷയം സിമ്പിളാണ്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതിൻ്റെ ഫുൾ കഥ അവർക്കറിയില്ല. ഇപ്പോൾ ഒരു സീരിയൽ കാണുന്ന പോലെയാണ്. ചില ആൾക്കാർ കുറേ സീരിയൽ കാണുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ആ സീരിയലിൽ നമ്മൾ കാണുന്ന സമയത്ത് കാണുന്നത് എന്താണ്? ഒരു ഒരു ആള് ഒരു പെണ്ണിനെ കുത്തി കീറി മലർത്താണ്. വളരെ ക്രൂരമായ രീതിക്ക്. എന്നിട്ട് ബാക്കി കൂടെ നിൽക്കുന്നവർ അട്ടാസിച്ച് ചിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ എന്താ വരാ? ഒറ്റ പിശാച് ആ പെണ്ണിനെ രക്ഷപ്പെടുത്താനില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മുടെ മനസ്സിൽ വരാ, അല്ലേ? പക്ഷേ ഇതിലത്തെ മുന്നത്തെ സീരിയലുകൾ കണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ വ്യക്തമായിട്ട് അറിയാം, ഇത്രയും ദുഷ്ടമായ ഒരു സ്ത്രീ ഈ ഭൂമിയിൽ വരില്ല. പക്ഷെ ആ എപ്പിസോഡ് ഫുള്ള് കണ്ടവർക്ക് മാത്രം. ഏതൊരു കഥയ്ക്ക് രണ്ട് ഭാഗമുണ്ട്. ഏത് കഥയ്ക്കാണെങ്കിലും. അപ്പൊ നമ്മൾ കാണുന്ന പത്രങ്ങൾ കാണുന്ന കേൾക്കുന്ന എന്ത് സംഭവമാണെങ്കിലും അതിന് പല വശങ്ങളുണ്ട്. എല്ലാ വശം കേട്ടല്ലാതെ നമുക്ക് അത് തീരുമാനിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഞാൻ കൗൺസിലിംഗ് മേഖലയിലായ കാരണം കൊണ്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു വ്യക്തി പറയുന്നത് കറക്റ്റാണ്. പക്ഷെ ആളുടെ ലൈഫ് പാർട്ട്ണറെ പറയുന്ന കൂടെ കേൾക്കുമ്പോഴാണ് എനിക്ക് കാര്യം കറക്റ്റ് ഫുൾ പിക്ചർ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഒരാളെ കുറ്റം പറയില്ല. അവർ പറയുന്നത് കേൾക്കും, മറ്റാളും കേൾക്കും, അങ്ങനെ വീണ്ടും കേൾക്കും, പിന്നെ വീണ്ടും ക്വസ്റ്റ്യനിങ്, പിന്നെ അത് ആവുന്നതും റിസോൾവ് ചെയ്യാൻ നോക്കും എന്നുള്ളതാണ്. ഇതാണ് റിയാലിറ്റി. ചിലപ്പോൾ വിഷയം വളരെ ചെറുതായിരിക്കാം, അത് ഊരിയെടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ്. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാം, അവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാം. പിന്നെ എന്താ കാര്യം വെച്ചാൽ അവരോട് പറയാ, സാറേ എന്താ കാര്യം വെച്ചാൽ ആൽക്കഹോൾ, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പ്രകാരം ആൽക്കഹോൾ ബിസിനസ്, അതുപോലെ സിഗരറ്റ് ബിസിനസ്, ഇതൊക്കെ ലീഗൽ അല്ലേ സാർ? അപ്പൊ അതിനൊന്നും ഒരാൾക്ക് പ്രശ്നമില്ലല്ലോ സാർ. ഇവിടെ ഇവിടെ എന്താണ്, ഞങ്ങൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കല ചെയ്യുന്നത്, അതിലത്തെ ലാഭം കടക്കാരും കമ്പനിക്കാരും അങ്ങനെയുള്ള ഇടയിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നതിന് പകരം ഞങ്ങളുടെ പോലെ പാവപ്പെട്ടവന് കിട്ടുമ്പോൾ എന്താണ് വിഷമം സാർ? ഞങ്ങൾ അധ്വാനിച്ചിട്ട് ജീവിക്കുന്നവർ തന്നെയല്ലേ. ഒരുപാട് വീടുകൾ കയറി ഇറങ്ങിയിട്ടല്ലേ ഞങ്ങൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ മനസ്സിലാക്കി കൊടുക്കുക ലോട്ടറി എന്താണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഭാഗങ്ങൾ. പിന്നെ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ നമ്മൾ തള്ളി പറയാൻ പാടില്ല. എക്സാമ്പിൾ, ഇപ്പൊ മെഡിക്കൽ സ്റ്റാഫ് ചില വ്യക്തികൾ കുറവായിരുന്നു. ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിൽ കാണാറുണ്ട്, ഇന്ന മെഡിക്കൽ അധികാരി ഇന്ന തെറ്റുകൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതും വിചാരിച്ചത് നമുക്ക് എല്ലാവരും വെറുക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തോ ഒരു റിസ്ക് എടുത്തിട്ടാണ് പലരും ഈ ജോലി ചെയ്യുന്നതെന്നറിയും. മുന്നിൽ വരുന്ന ഒരു പേഷ്യന്റ് ഏത് ഇൻഫെക്ഷൻ ആയിട്ട് വരണമെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ അവരെ ചികിത്സിക്കുന്നതിൻ്റെ ഇടയിൽ മരിച്ചിരിക്കുന്ന ആ ഡോക്ടർമാരുടെ ലിസ്റ്റ് ഒന്നും നിങ്ങൾ ആരും അറിയില്ല. ഇതേ പ്രകാരം എല്ലാ മേഖലയിലും രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും എത്രയോ നല്ല നല്ല ലീഡേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവരും തെറ്റുകാരായിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യം നിലയ്ക്ക് നിൽക്കുമോ? എല്ലാവരും തെറ്റുകാരാണെങ്കിൽ ആ ഭരണം തകർന്നു പോകില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ പാർട്ടികളും ഇന്ന് ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ 100% ആ പാർട്ടിയിൽ നന്മ ചെയ്യുന്ന ആൾക്കാരും ഇല്ലേ? ഒന്ന് രണ്ട് വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ മൊത്തത്തിൽ തള്ളി പറയാൻ പാടില്ല. അപ്പൊ മനസ്സിലാക്കുക, ഈ ഇൻഡസ്ട്രിയിലും അനേക വ്യക്തികൾ വന്നു സാറേ. അത് കാരണം കൊണ്ട് ഞങ്ങളുടെ കേരളത്തിലും ഇന്ത്യയിലും ഇതുപോലെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞാൻ ആ തെറ്റായ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് ഞാൻ പറയാത്തത് എന്താ വെച്ചാൽ എനിക്ക് അതിൽ താല്പര്യമില്ലാണ്ടാണ്. ഐ ആം ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ഡയറക്റ്റ് സെല്ലിങ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. കാരണം 10 എറിഞ്ഞാൽ 1000 കിട്ടുമെന്ന് പല ആൾക്കാരുണ്ട്. ഇവിടെ ചിന്തിക്കുക, 10 എറിഞ്ഞാൽ 1000 കിട്ടുകയാണെങ്കിൽ ഈ ബാങ്കുകാർ എന്താണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? കിട്ടുന്ന ഡെപ്പോസിറ്റ് മൊത്തം അങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടൂടെ? ഏഹ് എന്തിനാ പിന്നെ ഈ RBI, എന്തിനാ ഈ നിയമങ്ങൾ? നമ്മളൊന്ന് ചിന്തിക്കണം. കോമൺ സെൻസ് ആണ്, കോമൺ ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ചില വ്യക്തികൾ ചെയ്തു എന്ന് പറഞ്ഞ സാർ, ദയവ് ചെയ്ത് മൊത്തം സിസ്റ്റത്തിനെ വെറുക്കരുത്. ചില കമ്പനിക്കാർ അങ്ങനെ ചെയ്തു, ശരിയാണ്. ഞാൻ സാറിനെ തള്ളി പറയില്ല. അപ്പൊ എന്താ കാര്യം വെച്ചാൽ
മൾട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാ മേഖലകളിലുള്ളതാണ്. അതില്ലാതെ ഈവൻ ഗവൺമെന്റ് പോലും സർവൈവ് ചെയ്യില്ല. കാരണം ഏറ്റവും ലോവസ്റ്റ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാർഡ് കൗൺസിലർമാർ അവരൊക്കെയാണ്. അവിടുന്ന് അവരെ കീഴിലും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകൾ ഇല്ലേ. അപ്പൊ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ടോപ്പിൽ നിൽക്കുന്നു. പിന്നെ അതല്ലാണ്ട് തന്നെ പല മിഷനറീന്റെ പല ഭാഗങ്ങളാണ് പട്ടാള. ഇപ്പൊ എവറിത്തിങ് ഇസ് ഇൻ എ സിസ്റ്റം അല്ലെ. മാനേജർ ഉണ്ട്, സബ് മാനേജർ ഉണ്ട്, ജനറൽ മാനേജർ ഉണ്ട്, ഡയറക്ടർ ഉണ്ട് അല്ലേ. എല്ലാത്തിലും ഈ സിസ്റ്റം തന്നെയാണ്. അപ്പൊ അത് സിസ്റ്റാണ് സാർ. അപ്പൊ അതിനെ വെറുക്കരുത്. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചിന്തിക്കേണ്ടത്. ഞങ്ങൾ ലീഗലാണ് സാർ. ഒന്ന് ഞങ്ങൾ ലീഗലാണ്, പിന്നെ മോറൽ എത്തിക്സ് ഉള്ളവരാണ്. ഞങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് കൊണ്ട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്ത്യയിലത്തെ പ്രസ്ഥാനമാണ്. ഇത് നാളെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ 100% ഇന്ത്യൻ ഗവൺമെന്റിനെ ഞങ്ങൾ ഫേസ് ചെയ്യണം. ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് ഇതൊക്കെയാണ്. അപ്പൊ ഇത് ലീഗലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി ന്യൂ ജോയിനിങ് റേഷ്യോ ഒരു 10 ആൾക്കാരുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ ഒരു 10 ആൾക്കാരെ കണ്ടു, അതിൽ എത്ര എണ്ണം വെച്ചിട്ടാണ് നമുക്ക് ഏകദേശം അതിന്റെ ഒരു റേഷ്യോ ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയാലാ 5 of them never join, even spend minimum 5 hours per week. അപ്പൊ എന്താ വെച്ചാൽ 10ന്ന് 5 ആൾക്കാർ ജന്മം പോയി അവർ ജോയിൻ ചെയ്യില്ല. അവർ വേണമെങ്കിൽ പ്രൊഡക്റ്റ് തന്നാൽ മതി, അല്ലെങ്കിൽ അത് തന്നാൽ മതി, ദയവേത് ജോയിനിങ് അടിക്കേണ്ട, കാരണം നിങ്ങളുടെ പൈസ കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. എന്ത് ചെയ്താലും ജന്മം പോയാൽ അവർ ചെയ്യില്ല. പിന്നെ അപ്പൊ അതിന്റെ അർത്ഥം 10ന്ന് 5 അങ്ങനെ പോയി. 3 ആൾക്കാർ ജോയിൻ അങ്ങനെയുള്ള എന്തെങ്കിലും റെഡിയുള്ള ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചത്തുപോകും. പിന്നെ നമ്മുടെ ഫോണടക്കം അവർ ബ്ലോക്ക് ചെയ്യും. പിന്നെ എത്ര ഉണ്ട് ബാക്കി? 2 വ്യക്തികളുള്ളൂ. അപ്പൊ 10ന്ന് എത്രയ്ക്ക് എത്തി? നമ്മൾ 2ലേക്ക് എത്തി. ഈ 2ന്നും ലാസ്റ്റ് 1 അതിന്റെ അർത്ഥം 10% ക്ലിക്കിംഗ് പോയിന്റ്. ചിന്തിക്കണം. എല്ലാ വ്യക്തികൾക്കും ബിസിനസിന്റെ പവർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു ബിസിനസിന്റെ യാതൊരു ആവശ്യം വരില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി കണ്ടുപിടിക്കുന്ന വരെ നമുക്ക് ഈ വർക്ക് നമുക്ക് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടി വരും. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ നമ്മുടെ ഡേ 9ന്റെ ഇത് നമ്മൾ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കാം. ഇത് ഈ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് കുറവുകൾ, കാര്യങ്ങൾ, സൈക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാനിപ്പോൾ അടുത്തത് ലീഡർഷിപ്പിന്റെ ഇതിലേക്ക് ഞാൻ പോകണുള്ളൂ. അപ്പൊ അതൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 100% മനസ്സിലാവും. കാരണം ഇത് നല്ലൊരു കോഴ്സാണ്. അപ്പൊ നമുക്കത് പഠിച്ചെടുത്താൽ നമുക്ക് അത്യാവശ്യം നമ്മളെ കുറിച്ചിട്ടോ കസ്റ്റമറിനെ കുറിച്ചിട്ടോ നമ്മുടെ ജോയിനിങ്ങിനെ കുറിച്ചിട്ടോ ലീഡർഷിപ്പിനെ കുറിച്ചിട്ടോ നമുക്ക് പഠിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്.